Hi dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഹെഡ് ഓഫ് ഇൻകം ടാക്സ് ആണ്. ദാറ്റ് ഈസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമുക്കറിയാം ഇൻകം ടാക്സിൽ മെയിനായിട്ട് 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണുള്ളത്. ഫസ്റ്റ് വൺ ഇൻകം ഫ്രം സാലറി, സെക്കൻഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ദെൻ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഫോർത്ത് ക്യാപിറ്റൽ ഗെയിൻ, ലാസ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇങ്ങനെ 5 ഹെഡ്സ് ആണ് ഇൻകം ടാക്സിൽ ഉള്ളത്. ഫസ്റ്റ് ഹെഡ് ആയിട്ടുള്ള ഇൻകം ഫ്രം സാലറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി സെക്ഷൻ 22 മുതൽ 27 വരെയാണ് ഇൻകം ടാക്സിൽ ഹൗസ് പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതിൽ സെക്ഷൻ 22 പ്രകാരം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബിൽഡിങ്ങും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലാൻഡും അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടിയും ലാൻഡും അസസിയുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി സെക്ഷൻ 22 പ്രകാരം 3 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് പ്രോപ്പർട്ടി ഷുഡ് കൺസിസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പർട്ടനന്റ് ടു. അതായത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് ഹെഡ്. ഇവിടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ബിൽഡിങ്ങും അതിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലാൻഡും ആയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത്. ദെൻ സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് അസസി ആ ഒരു പ്രോപ്പർട്ടിന്റെ ഓണർ തന്നെ ആയിരിക്കണം എന്ന്. അസസി ഷുഡ് ബി ദി ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി. ഇനി അസസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അസസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് പേ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യുന്നതിൽ വല്ല വീഴ്ച വരുത്തിയ വ്യക്തി, അങ്ങനെ ആ ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ അസസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് പേ ചെയ്യുന്ന വ്യക്തിനെയാണ് അസസി എന്ന് പറയുന്നത്. അപ്പൊ ഈ അസസി ആരായിരിക്കണം? ഈ പ്രോപ്പർട്ടിന്റെ ഓണർ തന്നെ ആയിരിക്കണം എന്നാണ് സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത്. ദെൻ തേർഡ് മെയിൻ കണ്ടീഷൻ പറയുന്നത് ഈ ഒരു പ്രോപ്പർട്ടി അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലാൻഡ് ആ ഒരു അസസി അയാളുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ അയാളുടെ ഓൺ ബിസിനസ്, അയാളുടെ സ്വന്തം ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇത് 3 കണ്ടീഷൻ വരുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. സെക്ഷൻ 22 പ്രകാരമാണ് ഇൻകം ടാക്സിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിന്റെ ഡെഫിനിഷൻ പറയുന്നത്. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിൽഡിങ്ങും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലാൻഡ്, അതിൽ നിന്ന് ഏൺ ചെയ്യുന്ന എന്തെങ്കിലും ഏർണിങ്സ് ഉണ്ടെങ്കിൽ അതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ നമ്മൾ ടാക്സബിൾ പർപ്പസിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ബിൽഡിംഗ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് പറയുന്നത്. ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പെർമനന്റ് ആയിട്ടുള്ള ഏതൊരു ബിൽഡിങ്ങിന് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുത്തുന്നത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. അതായത് ഓഡിറ്റോറിയം, അതുപോലെ തന്നെ ഹോൾസ്, സ്റ്റോഴ്സ്, ഓഫീസ് ബിൽഡിങ്സ്, വെയർഹൗസസ്, ഇതൊക്കെ നമ്മൾ ബിൽഡിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ടെമ്പററി ആയിട്ടുള്ള ഷെഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഷെഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ടാക്സ് ചെയ്യുന്നില്ല. ആ ഒരു കാറ്റഗറിയിൽ കിട്ടുന്ന ഇൻകം നമ്മൾ ടാക്സ് ചെയ്യുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ഹെഡിലാണ്. ഇനി ബിൽഡിങ് ഇന്ത്യയിലായിക്കോട്ടെ അല്ലെങ്കിൽ അബ്രോഡ് ആയിക്കോട്ടെ, 2 കേസാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ആ ഒരു ഹെഡിൽ ടാക്സബിൾ പർപ്പസിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് ഇപ്പോൾ ക്വാർട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യാണ് സ്വന്തം എംപ്ലോയീസിന് വേണ്ടിയിട്ട്. അതിന് കിട്ടുന്ന അതായത് അവര് എന്തായാലും റെന്റ് തരുമല്ലോ, അപ്പൊ നമ്മൾ ക്വാർട്ടേഴ്സ് കൊടുക്കുകയാണ്, സ്റ്റാഫിന് ക്വാർട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യാണ്. അയാളുടെ ഓൺ എംപ്ലോയീസ്, അയാളുടെ സ്വന്തം എംപ്ലോയീസ്, അയാളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് തന്നെ ക്വാർട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഉണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന റെന്റ് ഉണ്ടല്ലോ, അവർക്ക് തരുന്ന റെന്റ് നമുക്ക് ഇൻകമാണ്. അപ്പൊ ആ ഒരു ഇൻകം എന്ത് ചെയ്യില്ല, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ടാക്സ് ചെയ്യുന്നില്ല. ശരിക്കും അതൊരു പ്രോപ്പർട്ടീന്റെ മുകളിൽ കിട്ടുന്ന ഇൻകം ആണ്, പക്ഷെ അത് ഓൺ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യാണ്, അല്ലെ സ്വന്തം എംപ്ലോയീസിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് ഈ ഒരു ഹെഡിൽ ടാക്സ് ചെയ്യില്ല. അത് ഇൻകം ഫ്രം ബിസിനസ് എന്നുള്ള ഹെഡിലാണ് ടാക്സ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലാൻഡ്, പ്രോപ്പർട്ടി അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലാൻഡ് ഒരിക്കലും അയാളുടെ സ്വന്തം ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഈ ഒരു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ
ആ ഒരു ഇൻകം കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റാഫ് സ്വന്തം എംപ്ലോയീസിന് ക്വാർട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യണം, അതിന് നമ്മൾ എന്തെങ്കിലും ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം ബിസിനസ് എന്നുള്ള ഹെഡിലാണ് ടാക്സ് ചെയ്യുക, ഒരിക്കലും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ടാക്സ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലാൻഡും അതിന് ഏൺ ചെയ്യുന്ന ഇൻകം ആണെങ്കിലാണ് ഇവിടെ ടാക്സ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ കൂടെ തന്നെ പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ ഇതൊക്കെയും കൂടി ലെറ്റ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ലെറ്റ് ഔട്ട് ചെയ്യുക മീൻസ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ ആ ഫെസിലിറ്റീസും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ടാക്സ് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ ഇതിന്റെ മുകളിൽ കിട്ടുന്ന ഇൻകം നമ്മൾ ടാക്സ് ചെയ്യുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ഹെഡിലാണ്. ഇത് സിമ്പിൾ ആക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിൽഡിങ് അതുമായി അറ്റാച്ച് കൊടുക്കുന്ന ലാൻഡ് അല്ലെ, ഇത് സ്വന്തം ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. അല്ലാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ടാക്സ് ചെയ്യുള്ളൂ. ഇവിടെ ബിൽഡിങ്ങുകളോട് ഉദ്ദേശിക്കുന്നത് പെർമനന്റ് ബിൽഡിംഗ് ആയിരിക്കണം. ടെമ്പററി ആയിട്ടുള്ള ഷെഡ്സും കാര്യങ്ങളൊന്നും അതിന് ഏൺ ചെയ്യുന്ന ഇൻകം നമ്മൾ ഇവിടെ ടാക്സ് ചെയ്യുന്നില്ല. ഡീംഡ് ഓണേഴ്സ്. ഡീംഡ് ഓണേഴ്സ് എന്താന്ന് പറയുന്നതിന്റെ മുന്നേ ആയിട്ട് ഡീംഡ് അസസി എന്താന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡീംഡ് അസസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അസസി അല്ല, അസസി ആയിട്ട് മാറുകയാണ്. ഈ അസസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഏൺ ചെയ്ത ഇൻകത്തിന് നമ്മൾ തന്നെ ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ അതാണ് അസസി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഡീംഡ് അസസി എന്ന് പറയുമ്പോൾ നമ്മൾ ഏൺ ചെയ്ത ഇൻകത്തിനല്ല ടാക്സ് പേ ചെയ്യുന്നത്, വേറൊരാൾ ഏൺ ചെയ്ത ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ അസസി ആയിട്ട് മാറുകയാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡീംഡ് അസസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഇപ്പോൾ മൈനർ ചൈൽഡ് എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ടാക്സ് പേ ചെയ്യുന്നത് പാരന്റ്സ് ആണ്. സോ അതാണ് ഡീംഡ് അസസി. ഇവിടെ പാരന്റ്സ് അവരുടെ ഇൻകത്തിനല്ല ടാക്സ് പേ ചെയ്യുന്നത്, അവരുടെ ചൈൽഡ് ഏൺ ചെയ്ത ഇൻകത്തിന് അവർ ടാക്സ് പേ ചെയ്യാണ്. മൈനർ ചൈൽഡ് ഏജ് ഓഫ് മെച്യൂരിറ്റി ആവാത്തതുകൊണ്ടാണ്. സോ ആ ഒരു കേസാണ് ഡീംഡ് അസസി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഡീംഡ് ഓണേഴ്സ് ഉള്ളത് നമുക്ക് എങ്ങനെയാണ് ഒരു ഓണർ ഡീംഡ് ഓണർ ആയിട്ട് മാറുന്നത്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടാവുന്നത് നോക്കാം നമുക്ക്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യാണ്, ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഇല്ലാണ്ട് അയാളുടെ ഹൗസ് പ്രോപ്പർട്ടി സ്പൗസിനോ അല്ലെങ്കിൽ മൈനർ ചൈൽഡിനോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ്, അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്ന ആള് ഡീംഡ് ഓണർ ആയിട്ട് മാറാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രോപ്പർട്ടി ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ എന്തായാലും റിട്ടേൺ ആയിട്ട് ക്യാഷ് മേടിക്കും അല്ലെ. അപ്പൊ ഇവിടെ ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഇല്ല എന്ന് പറയുന്നത്, ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഇല്ലാണ്ട് ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അവിടെ ട്രാൻസ്ഫറർ ഡീംഡ് ഓണർ ആയിട്ട് മാറുകയാണ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത്, എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ഹൂം എ പ്രോപ്പർട്ടി ഈസ് അലോട്ടഡ്. നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലത്തെ മെമ്പർക്ക് എന്ത് ചെയ്യാണ്, പ്രോപ്പർട്ടി അലോട്ട് ചെയ്യുകയാണെങ്കിൽ ആ കേസിൽ അവിടെ ഡീംഡ് ഓണർ ആയിട്ട് മാറുകയാണ്. നെക്സ്റ്റ് പറയുന്നത്, എ പേഴ്സൺ ഹു ഈസ് അലോട്ടഡ് ടു റീറ്റെയിൻ പൊസിഷൻ ഓഫ് എനി ബിൽഡിംഗ് ഇൻ പാർട്ട് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട്. ഈ ഒരു കേസിൽ നമ്മൾ ഡീംഡ് ഓണർ എന്നുള്ള സിറ്റുവേഷൻ ആണ് വരുന്നത്. അതായത് കോൺട്രാക്റ്റിൽ പാർട്ട് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫുൾ ആക്കിയിട്ടില്ല, കുറച്ച് എന്ത് ചെയ്തിട്ടുള്ളൂ, പൂർത്തിയാക്കിയിട്ടുള്ളൂ. ആ ഒരു കേസിലാണ് ഡീംഡ് ഓണർ ആയിട്ട് മാറുകയാണ്. നെക്സ്റ്റ് പറയുന്നത്, പേഴ്സൺ വിത്ത് ലീസ് റൈറ്റ്സ് ഇൻ ദി പ്രോപ്പർട്ടി. ലീസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓണർ അല്ല, പക്ഷെ എന്ത് ചെയ്യാണ്, ലീസിന് എടുക്കുക, നമ്മൾ വാടകയ്ക്ക് എടുക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ആ ലീസ് റൈറ്റ് പ്രോപ്പർട്ടിയിലുള്ള പേഴ്സണും ആരാണ്, ഡീംഡ് ഓണർ ആയിട്ട് മാറുകയാണ്. നെക്സ്റ്റ് പറയുന്നത്, ഇഫ് എ പേഴ്സൺ ടേക്സ് എ ലാൻഡ് ഓൺ ലീസ് ആൻഡ് കൺസ്ട്രക്ട് എ ഹൗസ് അപ്പോൺ ഇറ്റ്. ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, ലീസിന് ലാൻഡ് എടുക്കുകയാണ്, then എന്ത് ചെയ്യാണ്, അവിടെ ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാണ്. ആ കേസിലും അയാൾ എന്ത് ചെയ്യാണ്, ഡീംഡ് ഓണർ ആയിട്ട് മാറണം. അപ്പൊ ഡീംഡ് ഓണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഓണർ അല്ല, നമ്മൾ ഓണർ ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡീംഡ് ഓണർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചില ടേംസ് നോക്കാം നമുക്ക്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന ചില ടേംസ് ആണ്. ഫസ്റ്റ് വരുന്നത് ആക്ച്വൽ റെന്റ്. നമ്മൾ ടെനന്റിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് ആക്ച്വൽ എത്രയാണോ കളക്ട് ചെയ്ത് എടുക്കുന്ന റെന്റ്, അതിനെയാണ് നമ്മൾ ആക്ച്വൽ റെന്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ടെനന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രോപ്പർട്ടിയിൽ താമസിക്കുന്ന ആളിട്ട്. അപ്പൊ നമ്മൾ ഒരു വാടകയ്ക്ക് ഒരു ഹൗസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന അവിടെ താമസിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് എടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ആക്ച്വൽ റെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഇപ്പൊ അവർക്ക് എന്തെങ്കിലും
ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം അതിനുള്ള എക്സ്പെൻസ് ഒക്കെയും ഡിഡക്ട് ചെയ്തിട്ടാണ് ആക്ച്വൽ റെന്റ് കാണുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഓണർ എന്ത് ചെയ്യാണ്, കുറച്ച് ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ചാർജ് ഒക്കെ കൂടി കുറച്ച് എക്സ്പെൻസ് ഉണ്ടായി. അപ്പോൾ ആ എക്സ്പെൻസ് ഒക്കെയും ലെസ് ചെയ്തിട്ട് വേണം കറക്റ്റ് ആക്ച്വൽ എമൗണ്ട് എത്രയാണോ റെന്റ് കൊടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഈ എക്സ്പെൻസസ് ലെസ് ചെയ്തിട്ട് വേണം എന്ത് കാണാൻ, ആക്ച്വൽ റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് റെന്റ്. നമുക്കറിയാം വലിയ വലിയ സിറ്റീസിലും ടൗൺസിലൊക്കെയും റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഗവൺമെന്റ് എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും ഒരു റെന്റ്. അപ്പോൾ ആ ഏരിയയിൽ ആ ഒരു മാക്സിമം ആ ഒരു റെന്റ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, കളക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിനെയാണ് സ്റ്റാൻഡേർഡ് റെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ് റെന്റ് ഒരിക്കലും മുനിസിപ്പൽ വാല്യൂയും ഫെയർ റെന്റൽ വാല്യൂവിനേക്കാളും കൂടുതലാവാൻ പാടില്ല. അങ്ങനെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. It is the maximum rent which a person can legally recover from tenant where rent control act is applicable. നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ നമ്മൾ വാടകയ്ക്ക് ഒരു ഹൗസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മാക്സിമം എമൗണ്ട് ഉണ്ട്. ആ ഒരു എമൗണ്ടിനെയാണ് സ്റ്റാൻഡേർഡ് റെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് മുനിസിപ്പൽ വാല്യൂ. മുനിസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കൽ അതോറിറ്റീസ് ചാർജ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിന്റെ മുകളിൽ അവർ ഡിറ്റർമിൻ ചെയ്യുന്ന വാല്യൂവിനെയാണ് നമ്മൾ മുനിസിപ്പൽ വാല്യൂ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഈ മുനിസിപ്പൽ വാല്യൂവിന്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, മുനിസിപ്പൽ ടാക്സ് പേ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫെയർ റെന്റൽ വാല്യൂ. It is the rent received or receivable for a similarly situated property of the same locality. കറക്റ്റ് അതിന്റെ ഫെയർ റെന്റൽ വാല്യൂ, അത് ആ സെയിം ലൊക്കാലിറ്റിയിലുള്ള ബാക്കിയുള്ള എത്രയാണോ ഈ ഒരു ഹൗസിന് കിട്ടാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഇനി ആ ഒരു റെന്റിനെയാണ് നമ്മൾ ഫെയർ റെന്റൽ വാല്യൂ എന്ന് പറയുന്നത്. സെയിം ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിയിൽ ആ സെയിം ലൊക്കാലിറ്റിയിൽ കിട്ടാൻ ചാൻസ് ഉള്ള ആ ഒരു റെന്റ്, അതിനെയാണ് ഫെയർ റെന്റൽ വാല്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള കാറ്റഗറിയിൽ ഏതൊക്കെയാണ് എക്സംപ്റ്റഡ് ഇൻകം? നമ്മൾ ഇൻകം ഫ്രം സാലറി എന്നുള്ളതിൽ അലവൻസ് പെർക്വിസിറ്റ്സ് ഒക്കെയും പഠിച്ചു. അതിൽ എക്സംപ്റ്റഡ് അലവൻസും അതുപോലെ തന്നെ എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്സ് ഒക്കെ, അതായത് ടാക്സ് ഇല്ലാത്ത ഐറ്റംസ്. അതേപോലെ തന്നെ ഇവിടെ ഹൗസ് പ്രോപ്പർട്ടീൻ്റെ മുകളിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടീൻ്റെ മുകളിൽ കിട്ടുന്ന ഇൻകം നമ്മൾ എക്സംപ്റ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് ഇൻകം ഫ്രം ഫാം ഹൗസ് പറഞ്ഞു, ബിൽഡിങ്ങും അതുമായി അറ്റാച്ച് കിടക്കുന്ന ലാൻഡിന്റെ മുകളിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻകം നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള കാറ്റഗറിയിൽ ടാക്സ് ചെയ്യും. പക്ഷെ ഫാം ഹൗസിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്തില്ല, ടാക്സ് കൊടുക്കണ്ട, എക്സംപ്റ്റഡ് ആണ്. അതേപോലെ തന്നെ ആനുവൽ വാല്യൂ ഓഫ് വൺ പാലസ് ഓഫ് എക്സ് ഇന്ത്യൻ റൂളർ. പാലസിന്റെ മുകളിൽ കിട്ടുന്ന ഇൻകം എന്തല്ല, ടാക്സബിൾ അല്ല, എക്സംപ്റ്റഡ് ആണ്. നെക്സ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൺഡ് ബൈ. ഹൗസ് പ്രോപ്പർട്ടിന്റെ മുകളിൽ കിട്ടുന്ന ഇൻകം നമ്മൾ ഹൗസ് പ്രോപ്പർട്ടീന്റെ അണ്ടറിലാണല്ലോ, ഈ ഒരു ഹെഡിലാണല്ലോ ടാക്സ് ചെയ്യുന്നത്. പക്ഷേ ലോക്കൽ അതോറിറ്റി ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടി, അതുപോലെ തന്നെ സയന്റിഫിക് റിസർച്ച് അസോസിയേഷൻ ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടി, ട്രേഡ് യൂണിയൻ, അതുപോലെ തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ്, പൊളിറ്റിക്കൽ പാർട്ടി, ഇവരൊക്കെയും യൂണിവേഴ്സിറ്റി ഓർ അതർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽ, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരൊക്കെയും ഓൺ ചെയ്യുന്ന ഹൗസ് പ്രോപ്പർട്ടി ടാക്സബിൾ അല്ല. It is exempted under the head income from house property. നമ്മൾ പറഞ്ഞു ഏത് ഹൗസ് പ്രോപ്പർട്ടിയും പെർമനന്റ് ആയിട്ടുള്ള ഹൗസ് പ്രോപ്പർട്ടി അതുമായി അറ്റാച്ച് എടുക്കുന്ന ലാൻഡും ടാക്സബിൾ ആണ് അല്ലെ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ടാക്സബിൾ ആണ്. പക്ഷേ ഫാം ഹൗസ്, അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റി, ട്രേഡ് യൂണിയൻ, ചാരിറ്റബിൾ ട്രസ്റ്റ്, പൊളിറ്റിക്കൽ പാർട്ടി, ഇവരൊന്നും ഓൺ ചെയ്യുന്ന ഹൗസ് പ്രോപ്പർട്ടിക്ക് എന്ത് പേ ചെയ്യേണ്ട, ടാക്സ് പേ ചെയ്യേണ്ട. ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. നെക്സ്റ്റ് പറയുന്നത് ഇൻകം ഫ്രം പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ അസസീസ് ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ. അസസിയുടെ സ്വന്തം ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ആണെങ്കിലും എന്ത് ചെയ്യണ്ട, ഇവിടെ ടാക്സബിൾ അല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ടാക്സ് ചെയ്യുന്നത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡിലാണ്. നെക്സ്റ്റ് ഇൻകം ഫ്രം വൺ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ്. നമ്മൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെ, നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹൗസിന്റെ മുകളിൽ എന്ത് പേ ചെയ്യേണ്ട, ടാക്സ് പേ ചെയ്യേണ്ട. അതും എന്താണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ എക്സംപ്റ്റഡ് ആണെന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. എങ്ങനെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം.
ഫസ്റ്റ് ഗ്രോസ് ആനുവൽ വാല്യൂ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി ഗ്രോസ് ആനുവൽ വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും, അപ്പം നമുക്ക് നേരിട്ട് എഴുതിയാൽ മതി. പക്ഷെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ആക്ച്വൽ റെന്റ്, മുനിസിപ്പൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെന്റ്, അതുപോലെ തന്നെ ഫെയർ റെന്റൽ വാല്യൂ. ഈ ഒരു 4 ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുക. 3 സ്റ്റെപ്പ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റൽ വാല്യൂ കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിൽ ഹയർ എമൗണ്ട് എന്ത് ചെയ്യുക, എഴുതാം. ഇനി സെക്കൻഡ് പറയുന്നത് ഈ ഒരു എമൗണ്ട്, ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഓൾറെഡി ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ എമൗണ്ടും സ്റ്റാൻഡേർഡ് റെന്റും കമ്പയർ ചെയ്യുക. അതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് എഴുതാം. ദെൻ ഇപ്പൊ സെക്കൻഡ് സെക്ഷനിൽ നമുക്കൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ എമൗണ്ടും ആക്ച്വൽ റെന്റും കമ്പയർ ചെയ്യുക. അതിൽ ഹയർ എമൗണ്ട് എന്ത് ചെയ്യുക, അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റൽ വാല്യൂ കമ്പയർ ചെയ്യുക, അതിൽ ഹയർ എമൗണ്ട് എടുക്കുക. ദെൻ ആ കിട്ടിയ എമൗണ്ടും സ്റ്റാൻഡേർഡ് റെന്റും കമ്പയർ ചെയ്യുക, അതിൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് എടുക്കുക. ദെൻ അവിടെ കിട്ടിയ എമൗണ്ട് നമ്മൾ എക്സ്പെക്ടഡ് റെന്റ് എന്നാ പറയുകയാണ്. അതാണ് തേർഡ് പോയിന്റിൽ എക്സ്പെക്ടഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ സെക്കൻഡ് പോയിന്റിൽ കിട്ടിയ എമൗണ്ടും ആക്ച്വൽ റെന്റും കമ്പയർ ചെയ്യുക. അതിൽ ഏറ്റവും ഹയർ എമൗണ്ടിനെയാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. സിമ്പിൾ ആക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് റെന്റ് എപ്പോഴാണോ വരുന്നത്, സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന കേസിൽ മാത്രം ലീസ്റ്റ് എടുത്താൽ മതി. ബാക്കി അതായത് ചെറിയ എമൗണ്ട്, ബാക്കിയുള്ള എല്ലാ കേസിലും നമ്മൾ ഹയർ എമൗണ്ട് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടി. ഇനി ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സെക്ഷൻ 23 പ്രകാരം നമുക്ക് 2 ഐറ്റംസ് കുറയ്ക്കാനുണ്ട്. ഫസ്റ്റ് ഐറ്റം വരുന്നത് മുനിസിപ്പൽ ടാക്സ് ആണ്. മുനിസിപ്പൽ വാല്യൂവിന്റെ മുകളിൽ പേ ചെയ്യുന്നതാണ് മുനിസിപ്പൽ ടാക്സ്. ദെൻ നെക്സ്റ്റ് കുറയ്ക്കാനുള്ളത് അൺറിയലൈസ്ഡ് റെന്റ്. ഇത് രണ്ടും കൂടി കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആനുവൽ വാല്യൂ കിട്ടും. സോ ഗ്രോസ് ആനുവൽ വാല്യൂന്ന് സെക്ഷൻ 23 പ്രകാരം അൺറിയലൈസ്ഡ് റെന്റും മുനിസിപ്പൽ ടാക്സും ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആനുവൽ വാല്യൂ കിട്ടും. ഇനി ആനുവൽ വാല്യൂന്ന് നമുക്ക് സെക്ഷൻ 24 പ്രകാരം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ലെസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഉള്ളത് 30 ഫിക്സഡ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ആണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആനുവൽ വാല്യൂവിന്റെ എമൗണ്ട് ഉണ്ടല്ലോ അതിന്റെ മുകളിലാണ് 30% കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോണ്. ദെൻ ആഡ് ചെയ്യാൻ 2 ഐറ്റംസ് ഉണ്ട്. ഫസ്റ്റ് റിയലൈസേഷൻ ഓഫ് അൺറിയലൈസ്ഡ് റെന്റും അരിയർ ഓഫ് റെന്റ് റിയലൈസ്ഡും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, 2 സെക്ഷൻസ് ആണ് നമുക്ക് കുറയ്ക്കാനുള്ളത്. സെക്ഷൻ 23 ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൻ 24 ഉണ്ട്. രണ്ടിലും 2 ഐറ്റംസ് തന്നെയാണ് കുറയ്ക്കാനുള്ളത്. ഇനി സെക്ഷൻ 24ൽ ഒരു 1/5 ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിന്റെ ഒരു ലോണും കൂടി വരുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സെക്ഷനിൽ പറയാം. ഫസ്റ്റ് പറയുന്നത് മുനിസിപ്പൽ ടാക്സും അൺറിയലൈസ്ഡ് റെന്റും. സെക്കൻഡിൽ പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഈ ആനുവൽ വാല്യൂന്റെ മുകളിൽ 30% കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു എമൗണ്ട് ഇവിടെ എഴുതുക. ദെൻ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് പറയാം. നെക്സ്റ്റ് പറയുന്നു ഈ ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ശ്രദ്ധിക്കുക. റിയലൈസേഷൻ ഓഫ് അൺറിയലൈസ്ഡ് റെന്റ്. ഇവിടെ നമ്മളൊരു അൺറിയലൈസ്ഡ് റെന്റ് പറഞ്ഞു, കിട്ടാത്ത റെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് പിന്നീട് കിട്ടുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ അരിയർ ഓഫ് റെന്റ് റിയലൈസ്ഡ്. അരിയർ ഓഫ് റെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റെന്റ് പേ ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ല, അതാണ് നമ്മൾ അരിയർ ഓഫ് റെന്റ് എന്ന് പറയാം. അത് പിന്നീട് റിയലൈസ് ചെയ്യണം. പിന്നീട് അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ചെയ്യണം. ശ്രദ്ധിക്കുക, ഈ അരിയർ ഓഫ് റെന്റ് റിയലൈസ്ഡിന്റെ കേസിൽ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലെസ് ചെയ്തിട്ട് വേണം ഈ എമൗണ്ട് ഇവിടെ എഴുതാൻ. അപ്പൊ ഇങ്ങനെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യുന്നത്.